നമ്മുടെ കയ്യിൽ ബ്രെഡ് അവൈലബിൾ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിന്റെ മീൽ പ്ലാനിനെ കുറിച്ചിട്ട്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ചും ഡിന്നറൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ കട്ട് വെജിറ്റബിൾസും അതുപോലെ എഗ്ഗൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ ഒപ്പം ബ്രെഡിന്റെ കൂടെ കുറെ കട്ട് വെജിറ്റബിൾസും അതുപോലെ തന്നെ എഗ്ഗും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ മൾട്ടിഗ്രെയിൻ ബ്രെഡോ അല്ലെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡോ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എഗ്ഗാണ്. ഞാൻ ഇവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇവിടെ ഞാൻ കളർഫുൾ ആയിട്ട് കുറെ വെജീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൊമാറ്റോ ആണ്, ഇത് ഒനിയൻ ആണ്, ഇത് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ്, ഇത് നമ്മുടെ ഗ്രീൻ ചില്ലിയാണ്, പച്ചമുളക്, ഇത് ഞാൻ കുറച്ച് മല്ലിയിലയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ മുട്ടയിൽ നമ്മുടെ വെജീസ് ഒക്കെ ഇട്ടിട്ട് മസാല ഒക്കെ ഇട്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെഡ് ആണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു പാനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യണ്ട, നമ്മൾ ബ്രെഡ് എവിടെയാണോ വെക്കുന്നത് അവിടെ മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ 2 സ്ലൈസ് ബ്രെഡാണ് ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇത് ഞാനിനി മെല്ലെ നമ്മുടെ ബ്രെഡിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിച്ചിട്ട് ഒരുപാട് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് നടുക്ക് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജീസൊക്കെ ബ്രെഡിന് മുകളിൽ വെച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചട്ടുക എടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ഫ്ലിപ്പ് ചെയ്യേണ്ടതാണ്, ഇത് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ആ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ വെജീസ് ഒന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മെല്ലെ ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എഗ്ഗൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടല്ലോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ്. എന്തുകൊണ്ടാ വെച്ചാല് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് കുറെ വെജീസ് നമുക്ക് അവരുടെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. ഇങ്ങനെ ഇത് എന്തുകൊണ്ടാ വെച്ചാല് നമുക്ക് ഇത് ആക്കി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ വെജീസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല.
അപ്പൊ ഇവിടെ ഞാൻ വെജീസില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് ടൊമാറ്റോ ഒന്നും ഇഷ്ടമല്ല എന്നാണെങ്കിൽ മാറ്റിയിട്ട് ക്യാപ്സിക്കം വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രീൻ ചില്ലി വേണമെങ്കിൽ ഇതിന്ന് അവോയ്ഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജീസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ചിക്കൻ സാൻഡ്വിച്ച് ആണ് വേണ്ടതെങ്കിൽ ചിക്കൻ ഇങ്ങനെ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും രസം ഉണ്ടാവും. അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജീസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ സമയത്ത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ഇങ്ങനെ ഈ നമ്മളിപ്പോ ആക്കിയാല് ഇത് രണ്ടെണ്ണത്തിന് ഒരുമിച്ചിട്ട് പിടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു സാൻഡ്വിച്ച് കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു ടോസ്റ്റ് കഴിക്കുന്ന ഫീൽ ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ വരുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഏത് സമയത്ത് ഇത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ കഴിക്കാം, രാത്രി ഡിന്നറിന് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.